ഓം മഹേശ്വരിയൈ നമഃ. ലളിത സഹസ്രനാമം അർത്ഥം. ഇന്ന് 7 വരി നാമങ്ങളുടെ അർത്ഥമാണ് പറയുന്നത്. വരികൾ ഏതെല്ലാം എന്ന് നോക്കാം. മാർത്താണ്ഡ ഭൈരവാരാധ്യ മന്ത്രിണീന്യസ്ത്യരാജ്യതു ത്രിപുരേശി ജയിൽസേന നിസ്ത്രൈഗുണ്യ പരാപര സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യ പരായണ കബർദിനി കലാമാല കാമരൂപിണി കലാനിധി കാവ്യകല രസഞ്ച രസസേവതി പുഷ്ട പുരാതന പൂജ്യ പുഷ്കര പുഷ്കരേക്ഷണ പരഞ്ജ്യോതി പരന്താമ പരമാണു പരാത്പര പാശഹസ്ത പാശഹന്ത്രി പരമന്ത്രവിഭേദിനി മൂർത്താമൂർത്ത അനിത്യതൃപ്ത മുനിമാനസഹംസിക സത്യവൃത സത്യരൂപ സർവാന്തര്യാമിനി സതി ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപാബുധാർച്ചിത പ്രസവിത്രി പ്രചണ്ഡാജ്ഞ പ്രതിഷ്ഠ പ്രകടാകൃതി പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചാശത് പീഠരൂപിണി വിശൃംഖല വിവിധക്തസ്ഥ വീരമാതാവിയൽ പ്രസു. ഇത്രയും വരികളുടെ അർത്ഥമാണ് ഇന്ന് പറയുന്നത്. ആദ്യം മാർത്താണ്ഡ ഭൈരവാരാധ്യ മന്ത്രിണ്യസ്ത രാജ്യതു. മാർത്താണ്ഡ ഭൈരവാരാധ്യ ശ്രീപുരത്തിൻ്റെ 22ഉം 23ഉം പ്രകാരങ്ങൾക്ക് മധ്യേ മാർത്താണ്ഡ ഭൈരവനാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. മന്ത്രിണ്യസ്ത രാജ്യതു മന്ത്രിണിയായ ശ്യാമളാദേവിയിൽ വയ്ക്കപ്പെട്ട രാജ്യഭാരത്തോടു കൂടിയവളാണ് ദേവി. ത്രിപുരേശി ജയിൽസേന നിസ്ത്രൈഗുണ്യപരാപര. ത്രിപുരേശി ത്രിപുര എന്ന ദേവതയായവളാണ് ദേവി. ജയിൽസേന ജയശാലിയായി സേനകളോട് കൂടിയവളാണ്. അതായത് വളരെയധികം വിജയമുള്ളവളാണ് ദേവി. വിജയത്തോട് കൂടിയവളാണ്, വിജയിക്കാനുള്ള സേനയോട് കൂടിയവളാണ് ദേവി. നിസ്ത്രൈഗുണ്യ പരാപര. നിസ്ത്രൈഗുണ്യ സത്വരജ തമോ ഗുണങ്ങളോട് കൂടിയവളാണ് ദേവി. പര അപര ആദിയും അന്തവുമായവളാണ് ദേവി. അതായത് ബ്രഹ്മസ്വരൂപിണിയാണ് ദേവി. സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യ പരായണ. സത്യജ്ഞാനാനന്ദരൂപ സത്യം ജ്ഞാനം ആനന്ദം എന്നിവയുടെ രൂപത്തിലുള്ളതും ദേവി തന്നെയാണ്. സമരസ്യ പരായണ അമരന്മാരോട് കൂടിയതായ സ്വർഗത്തിന് ആശ്രയമായതും ദേവി തന്നെയാണ്. കബർദിനി കലാമാല കാമധു കാമരൂപിണി. കബർദിനി കബർദ് ശിവൻ്റെ പത്നിയായവളാണ് ദേവി. കലാമാല എല്ലാ കലകളെയും മാലയായി ധരിക്കുന്നവളാണ് ദേവി. ഈ അർത്ഥം നമ്മൾ ഇതിൻ്റെ മുന്നേ പറഞ്ഞതാണ്. എല്ലാ അക്ഷരങ്ങളും കലകളും മാലകളായി സ്വീകരിക്കുന്നവളാണ് ദേവി. കാമധു ഭക്തന്മാർക്ക് കാമധേനുവിനെ പോലെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്നവളാണ് ദേവി. കാമരൂപിണി ഏത് രൂപവും കൈക്കൊള്ളുവാൻ മടിയില്ലാത്തവളാണ് ദേവി. കലാനിധി കാവ്യകല രസഞ്ച രസസേവതി. കലാനിധി കലയുടെ നിധിയായവളാണ് ദേവി. എല്ലാ തരം കലയുടെയും ഉറവിടം ദേവിയാണ്. എല്ലാ കലയും ദേവിയിൽ നിക്ഷിപ്തമാണ്. കാവ്യകല കാവ്യനാടകാദികളുടെ രൂപത്തിലുള്ളതും ദേവി തന്നെയാണ്. രസജ്ഞ എല്ലാ രസത്തെ പറ്റിയും ജ്ഞാനമുള്ളവൾ. എല്ലാ കഴിവുകളും എല്ലാ കലയുടെയും ജ്ഞാനമുള്ളവളാണ് ദേവി. രസസേവതി എല്ലാ രസങ്ങളുടെയും നിധിയായവൾ, അല്ലെങ്കിൽ എല്ലാ രസങ്ങളുടെയും ഗജനാവായതും ദേവി തന്നെയാണ്. പുഷ്ട പുരാതന പൂജ്യ പുഷ്കര പുഷ്കരേക്ഷണ. പുഷ്ട പൂർണ്ണമായ പുഷ്ടിയെ പ്രാപിച്ചവളും ദേവി തന്നെയാണ്. പുരാതന വളരെ പുരാതന ഏറ്റവും പണ്ട് ആദ്യം തന്നെ ഉണ്ടായതും ദേവി തന്നെയാണ്. പൂജ്യ പൂജിക്കപ്പെടുവാൻ യോഗ്യതയുള്ളവളാണ് ദേവി. പുഷ്കര താമരപ്പൂ പോലെ മനോഹരമായവളാണ് ദേവി. പുഷ്കരേക്ഷണ താമര ഇതൾ പോലെ കണ്ണുകളോട് കൂടിയവളാണ് ദേവി. പരംജ്യോതി പരന്താമ പരമാണു പരാത്പര. പരഞ്ജ്യോതി ഏറ്റവും വർദ്ധിച്ച പ്രകാശത്തോടു കൂടിയവളും ദേവി തന്നെയാണ്. പരന്താമ എല്ലാ ചരാചരങ്ങളെയും ഉൾക്കൊള്ളുന്നവളും ദേവി തന്നെയാണ്. പരമാണു പരമാണു പറഞ്ഞാൽ അണു എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ചെറുതാണ്. ഈ അണുക്കളിൽ വെച്ച് അതിലും ചെറിയ അണുവായവളാണ് ദേവി. അത്ര പോലും കാണാൻ പറ്റാത്തവളാണ് ദേവി. ദേവിയെ കാണാൻ ആർക്കും സാധ്യമല്ല. അത്രയും ഒരു ചൈതന്യത്തോടെ ഉള്ളതാണ് ദേവി. അണുക്കളിൽ വെച്ച് പരമാണു, അണുക്കളിലും വെച്ച് ഏറ്റവും ചെറുതായവളാണ് ദേവി.
പരാത്പര, ഏറ്റവും ഉന്നതമായ ത്രിമൂർത്തിയേക്കാൾ ഉത്തമയായവളാണ് ദേവി. പാശഹസ്ത, പാശഹന്ത്രി, പരമന്ത്രവിഭേദിനി. പാശഹസ്ത, കയ്യിൽ പാശം കയർ ധരിച്ചിരിക്കുന്നവളാണ് ദേവി. പാശഹന്ത്രി, സംസാര ദുഃഖങ്ങളെ നശിപ്പിക്കുന്നവളാണ് ദേവി. പരമന്ത്രവിഭേദിനി, ശത്രുക്കളുടെ മന്ത്രങ്ങളെ ഭേദനം ചെയ്യുന്നവളാണ് ദേവി. തൻ്റെ ഭക്തന്മാർക്ക് എതിരായി ശത്രുക്കൾ എന്ത് ദുർമന്ത്രങ്ങൾ ചെയ്താലും ആ മന്ത്രങ്ങളെയെല്ലാം ഭേദനം ചെയ്ത് കളയുന്നവളാണ് ദേവി. മൂർത്ത, അമൂർത്ത, അനിത്യതൃപ്ത, മുനിമാനസഹംസിക. മൂർത്ത, അനേകം രൂപമുള്ളവളാണ് ദേവി. അമൂർത്ത, രൂപരഹിതയായവൾ, ചൈതന്യത്തോടു കൂടിയവളും ദേവി തന്നെയാണ്. അനിത്യതൃപ്ത, നശ്വരങ്ങളായ ഉപചാരങ്ങളെക്കാൾ അധികം എല്ലാ കാര്യത്തിലും തൃപ്തിയുള്ളവളാണ് ദേവി. മുനിമാനസഹംസിക, മുനിമാരുടെ മനസ്സാകുന്ന സരസ്സിലെ അരയന്ന പിടയായവളാണ് ദേവി. സത്യവ്രത, സത്യരൂപ, അന്തര്യാമിനി സതി. സത്യവ്രത, സത്യം തന്നെ വ്രതമായി സ്വീകരിച്ചിരിക്കുന്നവളാണ് ദേവി. സത്യരൂപ, ഒരിക്കലും നശിക്കാത്ത രൂപത്തോടു കൂടിയവളാണ് ദേവി. സത്യസ്വരൂപിണിയാണ് ദേവി. അന്തര്യാമിനി, എല്ലാ ജീവികളുടെയും അന്തർഭാഗത്ത് കുടികൊള്ളുന്നവളും ദേവി തന്നെയാണ്. സതി, പതിവ്രതയായവളാണ് ദേവി. പതിവ്രത എന്നും പറയാം. മറ്റൊരു അർത്ഥം നോക്കുമ്പോൾ ദശപുത്രിയായ സതീദേവിയായതും ദേവി തന്നെയാണ്. ബ്രഹ്മാണി, ബ്രഹ്മജനനി, ബഹുരൂപാബുധാർച്ചിത. ബ്രഹ്മാണി, ബ്രഹ്മാവിൻ്റെ പ്രിയതമയായതും ദേവി തന്നെയാണ്. ബ്രഹ്മ, പരബ്രഹ്മസ്വരൂപിണിയാണ് ദേവി. ജനനി, വിശ്വത്തിൻ്റെ മുഴുവൻ മാതാവായതും ദേവി തന്നെയാണ്. ബഹുരൂപ, ഒട്ടനേകം രൂപത്തോട്, വളരെയധികം രൂപത്തോട് കൂടിയവളും ദേവി തന്നെയാണ്. ബുധാർച്ചിത, ജ്ഞാനങ്ങളാൽ അർച്ചിക്കപ്പെടുന്നവളാണ് ദേവി. അടുത്തത് പ്രസവിത്രി, പ്രചണ്ഡാജ്ഞ, പ്രതിഷ്ഠ, പ്രകടാകൃതി. പ്രസവിത്രി, പ്രപഞ്ചത്തെ പ്രസവിച്ചവളാണ് ദേവി. പ്രചണ്ഡ, ഭയങ്കര സ്വരൂപത്തോടു കൂടിയവളാണ് ദേവി. ആജ്ഞകളുടെ സ്വരൂപത്തിലിരിക്കുന്നതും ദേവി. എല്ലാ ആജ്ഞകളും ദേവിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അതും ദേവി തന്നെയാണ്. പ്രതിഷ്ഠ, സൽകീർത്തിയോട് കൂടിയവളും ദേവി തന്നെയാണ്. പ്രകടാകൃതി, സ്പഷ്ടമായി പ്രകാശിക്കുന്ന സ്വരൂപത്തോടു കൂടിയവളും ദേവി തന്നെയാണ്. പ്രാണേശ്വരി, പ്രാണദാത്രി, പഞ്ചാശത് പീഠരൂപിണി. പ്രാണേശ്വരി, പ്രാണങ്ങളുടെ ഈശ്വരിയായവളാണ് ദേവി. പ്രാണദാത്രി, ജീവികൾക്ക് പ്രാണൻ നൽകുന്നവളാണ് ദേവി. പഞ്ചാശത് പീഠരൂപിണി, 51 അർച്ചനാപീഠങ്ങളോട് കൂടിയവളാണ് ദേവി. വിശൃംഖല, വിവിധസ്ഥ, വീരമാതാവിയൽ പ്രസു. വിശൃംഖല, കർമാതി ശൃംഖലകൾ കൊണ്ട് ബന്ധിക്കപ്പെടാത്തവളാണ് ദേവി. അടുത്തത് വിവിക്തസ്ഥ, ഏകാന്തമായ ദിക്കിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. വീരമാത, വീരന്മാർ മാതാവായി ആരാധിക്കപ്പെടുന്നവളും ദേവി തന്നെയാണ്. കൂടാതെ വീരനായ ഗണേശൻ്റെ മാതാവായതും ദേവി തന്നെയാണ്. വിയത്പ്രസു, ആകാശത്തിനെ പ്രസവിച്ചവളും ദേവി തന്നെയാണ്. എല്ലാം ദേവിയിൽ അടങ്ങിയിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ദേവിയാണ്. അതുകൊണ്ട് എല്ലാവരും ദേവിയെ നന്നായി ഭജിക്കുക. ദേവി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓം മഹേശ്വരിയേ നമഃ. അടുത്ത ദിവസം ബാക്കി നാമങ്ങളുമായി വരാം. എല്ലാവർക്കും നമസ്കാരം.